ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ബോർഡ് വെച്ച ഒരു ബസ് പൊതുനിരത്തിൽ കിടപ്പുണ്ട്. തിരുവനന്തപുരത്തേക്കും സമീപ പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ട ആളുകൾ ഈ ബസ്സിൽ യാത്ര ചെയ്യും. അവിടെ തന്നെ മറ്റൊരു ബസ് ദിവസങ്ങളായി കിടക്കുന്നുണ്ട്. അതിന് ബോർഡൊന്നുമില്ല. ബോർഡില്ലാത്ത ബസ്സാകുമ്പോൾ അതിൽ യാത്രക്കാരുണ്ടാകില്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല. ബോർഡില്ലാ ബസ്സിലും യാത്രക്കാർക്ക് കുറവൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇവിടുത്തെ യാത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് തിരുവനന്തപുരവും കാസർഗോഡും പോകാനുള്ള ആളുകളല്ല. മദ്യപാന സദസ്സുകളോ കള്ളന്മാരോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ എങ്ങനെയായാലും ഇവിടെയും യാത്രക്കാരെപ്പോഴും ഉണ്ടാകും എന്ന് സാരം. മനുഷ്യ ജീവിതവും ഇതുപോലെയാണ്. മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം എന്നൊക്കെ പറയും. അപ്പോൾ ചിലർ പറയും, അന്നന്നത്തെ കാര്യം എങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് ദൈവത്തിനെ അറിയൂ. അപ്പോഴാണ് ഇനിയൊരു ലക്ഷ്യവും കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അല്ലെങ്കിൽ വേറെ ചിലർ പറയും, ഇനി ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോയാൽ മതി, ഇനിയിപ്പോൾ ഒരു ലക്ഷ്യം കൂടി വെക്കേണ്ട താമസമേ ഉള്ളൂ എന്ന്. വേറൊരു കൂട്ടർ പറയും, ഇനി അങ്ങോട്ട് മുകളിലേക്ക് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുക, അതല്ലാതെ ഇനി വേറൊരു ലക്ഷ്യമൊന്നും വെക്കാനൊന്നും കഴിയുകയില്ല എന്ന് പറയും. ചുരുക്കത്തിൽ ജീവിതത്തിന് ഒരു ലക്ഷ്യം വെക്കാൻ പലർക്കും താല്പര്യമില്ല. പക്ഷേ ജീവിതമാകുന്ന ഈ ബസ്സിൽ ഒരു ബോർഡ് വെച്ചില്ലെങ്കിൽ, ഒരു ലക്ഷ്യം വെച്ചില്ലെങ്കിൽ യാത്രക്കാരും ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റുമോ? ബോർഡില്ലാത്ത ജീവിതമാകുന്ന ഈ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടാകും. അതാരും മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിന് ഒരു ബോർഡ് വെച്ചാൽ, ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തോട് യോജിച്ചു പോകുന്ന യാത്രക്കാരാണ് ആ ബസ്സിലുണ്ടാകുക. ജീവിതമാകുന്ന ബസ്സിൽ ആ ലക്ഷ്യത്തോട് ചേർന്ന് പോകുന്ന ആശയങ്ങൾ, അതിനോട് ചേർന്ന് പോകുന്ന പ്രവർത്തനങ്ങൾ, അതിനോട് ചേർന്ന് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ സന്ദർശനങ്ങൾ, അങ്ങനെയൊക്കെ പോകുന്നത്. എന്നാൽ ഇനി ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ലെങ്കിൽ, ജീവിതം ബോർഡില്ലാ ബസ്സാണെങ്കിലോ അപ്പോഴും ഉണ്ടാവും അവിടെ യാത്രക്കാർ. അവിടുത്തെ യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഈ ബോർഡില്ലാ ബസ്സുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആളുകൾ എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ, പലതരത്തിലുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ, ഇങ്ങനെ പലതും. അപ്പോൾ ജീവിതത്തിന് ബോർഡ് വെച്ചില്ല എന്ന് കരുതി യാത്രക്കാരും അവിടെ ഉണ്ടാകില്ല എന്ന് വിചാരിക്കേണ്ട. ഉണ്ടാകും. എങ്കിൽ പിന്നെ ജീവിതത്തിന് ഒരു ബോർഡ് വെച്ചുകൂടെ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.